ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. MK കുക്കിംഗ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഹെൽത്ത് ടിപ്സ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ 2 മാസമായിട്ട് മഴക്കാലമാണ്. ജൂൺ തൊട്ട് മെയ് പകുതി തൊട്ട് മഴ തുടങ്ങിയപ്പോൾ നമ്മൾ വലിയ ആൾക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും പുറത്ത് കളിക്കാൻ പോലും കുറവാണ്. വീടിനകത്താണ് നമ്മൾ കൂടുതൽ സമയം വീടിനകത്താണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾ വീടിനകത്ത് രാവിലെ ഭക്ഷണം കഴിക്കുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കുന്നു, കുറേ സമയം മൊബൈൽ കാണുന്നു, ഉറങ്ങുന്നു. എക്സർസൈസ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കാമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ജോയിൻറ്റ് പെയിന്, മസിൽ പെയിന്, ശരീരത്തിനൊക്കെ മൊത്തം വേദന, പിന്നെ തടിയങ്ങ് കൂടും, പൊണ്ണത്തടി വെക്കാൻ തുടങ്ങും, ഷുഗർ കൂടും. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കണേ. അപ്പം കുട്ടികൾ വീട്ടിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് വീട്ടിനകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന കൊച്ചു എക്സർസൈസുകൾ പേരൻസ് കുട്ടികളെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. എക്സർസൈസിൻ്റെ അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. അത് എക്സർസൈസ് ചെയ്യുന്നത് രാവിലെയാണ്, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ചെയ്യണം. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. ചായ കൊടുക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം. അപ്പോൾ സാധാരണ വെള്ളം അത് കുടിക്കുന്ന കുട്ടികൾ സാധാരണ വെള്ളം, അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളമാണെങ്കിൽ ഇച്ചിരി നമ്മൾ വയറ്റിൽ നിന്നൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഇളം ചൂടുവെള്ളം. അപ്പം അത് കുടിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പുഷപ്പ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ കൊണ്ട് പുഷപ്പ് ചെയ്യിപ്പിക്കുക. അപ്പം കുട്ടികൾക്കും ചെയ്യാം, ആൺപിള്ളേർക്കും ചെയ്യാം പുഷപ്പ്. പിന്നെ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ചെറിയ എക്സർസൈസ് ചെയ്യാം. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ 1 മണിക്കൂർ മുന്നേ എക്സർസൈസ് ചെയ്യണം, അല്ലെങ്കിൽ 1/2 മണിക്കൂർ മുമ്പെങ്കിലും, അത് സ്കൂളിൽ പോകുന്നതിന് മുന്നേ. അപ്പം ശരീരത്തിനൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. ശരീരത്തിന് ജോയിൻറ്റ് പെയിൻ ഉണ്ടാവില്ല, കുട്ടികൾക്ക് മസിൽ പെയിൻ ഉണ്ടാവില്ല, ശരീരത്തിനൊരു ഉന്മേഷം ഉണ്ടാകും തണുപ്പ് കാലത്ത്. അപ്പം കുട്ടികൾക്ക് വിശക്കും. പിന്നെ എപ്പോഴും ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം തടി കൂടും, ഷുഗർ കൂടും, പഠിക്കാൻ മടി വരും കുട്ടികൾക്ക്. കാരണം നന്നായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തെങ്കിൽ കുട്ടികളുടെ ബ്രെയിനിലൊക്കെ നല്ലതായിട്ട് സർക്കുലേഷൻ നടക്കും. ശരീരത്തിന് സർക്കുലേഷൻ നടന്നെങ്കിൽ മാത്രമേ പഠിക്കാനുള്ള തോന്നൽ വരുള്ളൂ. പിന്നെ മൊബൈലും കണ്ട് ഇങ്ങനെ ഇരിക്കും കുട്ടികൾ. അതൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് പിള്ളേർ ഒറ്റ പൊസിഷനിൽ എങ്ങനെ ഇരിക്കും, വയറ്റിൽ ഗ്യാസ് കയറും. അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം കുട്ടികൾക്ക് മൊത്തത്തിൽ മടി വരും. അപ്പോൾ എല്ലാ പേരൻസും ശ്രദ്ധിക്കുക. കുട്ടികളെ രാവിലെ എഴുന്നേറ്റ് അവർക്കൊരു 10 മിനിറ്റെങ്കിലും എക്സർസൈസ് ചെയ്യാൻ പറയാം. ഡെയിലി ചെയ്താൽ അത്രയും മതി. അപ്പം അവർക്കപ്പം ശരീരത്തിന് സർക്കുലേഷൻ ഉണ്ടാവും, വിശപ്പും ഉണ്ടാവും, പിന്നെ ഷുഗറൊന്നും കയറത്തില്ല. കുട്ടികൾക്കുമുണ്ട് ഷുഗർ. അപ്പം നമ്മൾ വലിയ ആൾക്കാർക്കും ഇത് തന്നെ. നമ്മൾ പുറത്തിറങ്ങി മഴക്കാലത്താണ് പുറത്തിറങ്ങി നടക്കുന്നില്ല. പിന്നെ പുറത്തിറങ്ങി നടക്കുമ്പോൾ എല്ലാവർക്കും ഒരു പട്ടിയുണ്ടോ, പട്ടി കടിക്കാൻ വരുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ, വീട്ടിൻ്റെ കോറിഡോറിൽ ഉണ്ടാവും, സ്പേസ് ഉണ്ടാവും, മീൻസ് നമ്മുടെ ബാൽക്കണി സ്പേസ് ഉണ്ട്, അതിൽ കൂടെയൊക്കെ നടക്കാം. ചെറിയ എക്സർസൈസ് ചെയ്യാൻ. ഡീപ് ബ്രീത്തിങ് എടുക്കണം. രാവിലെ ഒരു 10 പ്രാവശ്യങ്ങളും ഡീപ് ബ്രീത്തിങ് എടുക്കണം. നമുക്ക് നല്ല വായു അത് മരങ്ങളുണ്ടെങ്കിൽ മരങ്ങളുടെ അടുത്ത് പോയി നിന്ന് ഡീപ് ബ്രീത്തിങ് എടുക്കണം ഏറ്റവും നല്ലത്. മരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നല്ല ഓക്സിജൻ ഉള്ളത്. അപ്പം ഡീപ് ബ്രീത്തിങ് എടുക്കുക ഒരു 10 പ്രാവശ്യം. അപ്പം നമുക്ക് ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം നമുക്ക് എക്സർസൈസ് ചെയ്താൽ നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു ബലം കിട്ടും. നമ്മൾ ആവശ്യമില്ലാത്ത ശരീരവേദന, ജോയിൻറ്റ് പെയിൻ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അപ്പം എല്ലാവരും ഇന്ന് തൊട്ട് നിങ്ങൾ നമ്മുടെ ജീവിതശൈലിയൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചു. അപ്പം കുട്ടികളുടെ ആണെങ്കിലും വലിയ ആൾക്കാരുടെ ആണെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ മുമ്പ് എക്സർസൈസ് ചെയ്യുക. വെള്ളം കുടിക്കണം. വെള്ളം മഴക്കാലത്ത് ദാഹം കുറവായിരിക്കും, എന്നാലും നിങ്ങൾ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരും. അപ്പം കുട്ടികളെ അത് ശീലിപ്പിക്കണം. അത് രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തതിന് ഉടനെ ചായ കൊടുക്കരുത്. ഒരു ഗ്ലാസ് വെള്ളം, ഇളം ചൂടുവെള്ളം കുടിക്കുമ്പം അതാണ് ഏറ്റവും നല്ലത്. അപ്പം തണുപ്പല്ലേ, അപ്പോൾ തണുത്ത വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം വരും. എല്ലാവർക്കും തൊണ്ടവേദനയും പ്രശ്നങ്ങളൊക്കെയാണ് ഈ തണുത്ത വെള്ളം കുടിക്കുന്നതുകൊണ്ടൊക്കെയാണ്. അപ്പം കുട്ടികളുടെ നമ്മുടെ ആരോഗ്യമാണല്ലോ, നമുക്കെല്ലാം എപ്പോഴും ആരോഗ്യം സംരക്ഷിക്കണം. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മളെല്ലാവരും എക്സർസൈസ് ചെയ്യണം. വീടിനകത്ത് നിന്നും ചെയ്യാം എക്സർസൈസുകൾ. അതിൽ ഭക്ഷണത്തിൻ്റെ നമ്മൾ ഒരുപാട് ഭക്ഷണം വീട്ടിൽ എക്സർസൈസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൻ്റെ അളവൊക്കെ അല്പം കുറയ്ക്കണം. ഈ നോൺ വെജൊക്കെ ഒരുപാട് കഴിച്ച് എക്സർസൈസും ചെയ്തില്ലെങ്കിൽ നമ്മൾ തടി കൂടും. പിന്നെ നമുക്ക് ഓരോ പ്രശ്നങ്ങളിങ്ങനെ വരും, നമുക്ക് ഡൈജഷൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. അപ്പം എൻ്റെ വീഡിയോസും ഹെൽത്ത് ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ MK കുക്കിംഗ് റെസിപ്പീസ് അതുപോലെ ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ ഞെക്കണം, ലൈക്ക് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.